വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരവും കൃഷിയോടുള്ള താൽപര്യവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ എസ്എൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ അഗ്രി ഫെസ്റ്റ് 2026 സംഘടിപ്പിച്ചു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ഫെസ്റ്റ് നടത്തിയത്. ആലപ്പുഴ എം.എൽ.എ. എ.ഡി. തോമസ് സ്കൂൾ അഗ്രി ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ അഗ്രി ഫെസ്റ്റ് സംഘടിപ്പിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുകയാണ്. അതിന്റെ ഒരു കൃഷി തന്നെ ലഹരി എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിനെ രണ്ട് തലങ്ങളിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കൃഷി തന്നെ ലഹരി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കോവിഡ് കാലം മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ നമ്മൾ വിദ്യാർത്ഥികളുടെ സമയം പൂർണ്ണമായും നവമാധ്യമങ്ങൾ അപഹരിച്ച ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എല്ലാം ജീവിക്കുന്നത്. ഇപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇതൊരു കുറ്റപ്പെടുത്തലായി തോന്നുന്നതാണ്. അപ്പൊ ഞാനടക്കം നിലവിൽ ഇപ്പോഴും വിദ്യാർത്ഥിയായി തുടരുകയാണ്. എസ്എൽപുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് രവി പാലത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായി പച്ചക്കറി തൈകളുടെയും വിത്തുകളുടെയും വിതരണോദ്ഘാടനവും എം.എൽ.എ. നിർവഹിച്ചു. കൃഷി തന്നെ ലഹരി എന്നതാണ് ഇത്തവണത്തെ അഗ്രി ഫെസ്റ്റിന്റെ മുദ്രാവാക്യം. കലവൂർ പി.സി. വർഗീസ് ഫൗണ്ടേഷനാണ് പരിപാടിയുടെ സഹസംഘാടകർ. ചടങ്ങിൽ ആലപ്പുഴ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ വി.പി. സിന്ധു, ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി പി.എസ്. മനു, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ.എസ്. ഷൈജ, മുൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി.ജെ. ജോസഫ്, പി.സി. വർഗീസ് ഫൗണ്ടേഷൻ ട്രഷറർ സുനിൽ വർഗീസ്, റോട്ടറി ക്ലബ്ബ് ഓഫ് ചേർത്തല ഗ്രീൻ സിറ്റി പ്രസിഡന്റ് വി. ജയശങ്കർ, റോട്ടറി ക്ലബ്ബ് ഓഫ് ആലപ്പുഴ നോർത്ത് പ്രസിഡന്റ് മഹേന്ദ്രദാസ്, പഞ്ചായത്ത് അംഗം കവിത രാമദാസ്, കൃഷി ഓഫീസർ ജാനിഷ് റോസ് ജേക്കബ്, ട്രഷറർ പി. ശശി, അക്ഷയശ്രീ കർഷക അവാർഡ് ജേതാവ് കെ.എ. ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.